ഇത് വല്ല ശരിയാവൂടാ. ബിൽഡിങ്ങിനൊക്കെ ഒരു പരിധിയിൽ ഇഷ്ടാ. ഇത് ശരിയായില്ലെങ്കിൽ ആ പുല്ലെട്ടെടുത്ത് എന്റെ തല ചുമക്കേണ്ടിട്ടാ. അത് വേണ്ട, ഇത് ഞാൻ തീർത്തു തരാം. ആ പുല്ലെടുത്ത് എന്റെ തലയിൽ വെച്ചാ നിന്റെ തലയ്ക്കകത്ത് ചാണകമൊത്തത് വലിച്ചെടുക്കും. മണ്ടനായി നിന്നെയാണ് എനിക്കിഷ്ടം. നീ പണിയെടുക്കട്ടെ, പണിയെടുക്ക്. പെട്ടെന്ന് റെഡിയാക്കടാ. കഴിഞ്ഞോ? കഴിഞ്ഞു. നോക്കിയടാ. ഇത് ഇന്നലെ സൗണ്ട് കൂടുതലാ. പണി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എഞ്ചിൻ പണി കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കായിരിക്കുന്നു. എഞ്ചിൻ പണിയാ? കനകേട്ടന്റെ വർക്ക്ഷോപ്പില്. നമസ്കാരം മെഹ്റേ. മെഹ്റു ബ്രസീലുകാരിക്കുന്നത് ഇവിടെ കാര്യം എന്തുട്ടാ? വിപിന, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓസിക്ക് സ്കൂട്ടർ വെൽഡ് ചെയ്ത് കൊടുക്കണായിരിക്കും. നീ പോടത്തലയാ. നീ പറയടി. എനിക്ക് അർജന്റീന ഫാൻസ് ക്ലബിൽ ചേരണം. ഗതോണ്ട് അടികൊണ്ട കുജലത്തോടോലായല്ലോ. ദുര്യോധനന്റെ അങ്ങനെയാ. ഒന്ന് പാടാ അവിടുന്ന്. ശാരത്തിയാണ് മറിയം സുബൈദേനെ പോലെ. മറിയം റഷീദ അങ്ങനെയും പറയാം. എന്നാലും എന്തുട്ടാ അവൾക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാര്യം? എന്തുട്ര സംശയം? ഇപ്രാവശ്യം നമ്മൾ സ്ട്രോങ് ആണ്, കപ്പടിക്കും. നാണം കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവള്. പിന്നെ തോൽക്കുന്ന പേടിച്ച് ടീം മാറാനേ മെഹർ ചാവണം. എന്താ കാര്യം? ഇനി ആ ജയഘോഷം കാണും. അതൊന്നും ആവില്ല അല്ലേ? ഞാനെന്തായാലും ആലോചിച്ച് നോക്കിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റ് തോമസ് മാഷല്ലേ, പിന്നെ നമ്മുടെ സീനിയർ മെമ്പർ രാഘവേട്ടനോട് ചോദിക്കണ്ടേ? പിന്നെ അത് വേണം. അപ്പൊ അവൾ എന്തിട്ടാ പറഞ്ഞേ? നമ്മള് കൂട്ടിയില്ലെങ്കിൽ അവളെ ഡാണാവിലുള്ള അർജന്റീന ഫാൻസ് ഇപ്പൊ ചേരും. അവരവളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്നാലും എന്തിനായിരിക്കും അവളാ ബ്രസീൽ ഫാൻസ് വിട്ടത്? സുനിയെ, നീ വണ്ടി എടുക്കടാ, പണിയുണ്ട്. നമ്മളെ എവിടേക്ക് പോണേ? ഇതാ ജയഘോഷിന്റെ വിടല്ലേ? അജയ എന്താ എന്താ കാര്യം? അജയ പറഞ്ഞ അവളെ കൊന്നേനെ. നീ എന്താ ക്ലബിലേക്ക് വരാത്ത? അവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കട്ടാ. നമ്മുടെ മെഹറില്ലേ, മെഹർ അവൾ അർജന്റീന ഫാൻസ് ചേരാൻ പോവാന്ന്. ഓരോന്നൊക്കെ പറയുമ്പോ പാട്ടും കേട്ടിരിക്കാം. എടാ, നമ്മുടെ മെഹർ അർജന്റീന ഫാൻസ് ചേരാൻ പോകുന്നു. മെഹർ കേട്ടുന്നാ? കേട്ടിട്ട് നിനക്ക് തുടങ്ങിയിട്ടില്ലാത്ത? ഒന്നുമില്ലേ? നിങ്ങളമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നിങ്ങള് അവള് പിണങ്ങിപ്പോയിടാ. പിണങ്ങിപ്പോവേ? എങ്ങട്? എങ്ങോട്ടോ? സത്യം പറ, നീ എന്തോട്ടാ കാട്ടിയേ? എടാ നജീബ്, നീ എന്റെ ചങ്കലടാ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഇല്ല. ഈ രഹസ്യം രഹസ്യം എന്നോടൊപ്പം മണ്ണിലടിയട്ടെ. ഓക്കെ. എന്തോട്ട്? നീ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്ത്? മെഹ്റിന് ബ്രസീൽ ഫാൻസിലേക്ക് തിരിച്ചു വരില്ലേ? എടാ പട്ടി തെണ്ടി ചെറ്റനാറി, നീ ഒന്നും ഒരു കാലത്ത് കൂടെ പഠിക്കാൻ പോകുന്നില്ലടാ. നജീബാടാ പറയുന്നത്. നജീബ് എടാ, നമ്മുടെ ബ്രസീൽ ഫാൻസ് തട്ടാണ് പോയിരിക്കണത്. അവര് തെറ്റാൻ കണ്ട നേരം മണ്ണിൽ അലിഞ്ഞു ചേരും പോലും. നിന്റെ ഇപ്പൊ തന്നെ മണ്ണുകളിലാക്കാം. അതൊക്കെ കാട്ടിക്കൂട്ടി വന്നിരിക്കുക. നീ ഒരു അക്ഷരം ഇട്ടത് നീ. എടാ, ഇനി ബ്രസീൽ ഫാൻസിനെ ഫ്ലെക്സ് അടിക്കാനുള്ള പൈസയും അതിനുള്ള മുദ്രാവാക്യം കവിതയൊക്കെ ആരുണ്ടാക്കരും? അല്ലെ വാപ്പ ഉണ്ടാക്കരുോ? ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി പാട്ടും കേട്ടിരിക്കുക. പാട്ടി ഞാൻ പറയട്ടെ, ഒരു അക്ഷരം ഇട്ടത് നീ. എന്തേ? ഒന്നും വേണ്ടായിരുന്നു. മോങ്ങ്, ഇത് മോങ്ങ്. അതൊക്കെ നിനക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് നോക്കിയിരുന്ന് വായിച്ചേ. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ മനുഷ്യ? നിങ്ങൾക്ക് പോത്തുപോലെയായില്ലേ? ഇപ്പോഴും വടി വെച്ചോടത്ത് കൊട കാണില്ല. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായി. എങ്ങനെ 2 പിള്ളേരാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. നിങ്ങളോട് ഞാൻ മിനിയാന്ന് പറഞ്ഞതല്ലേ ഇവിടുത്തെ ഗ്യാസ് മാറ്റുന്ന കാര്യം. എന്തിനടി വെറുതെ നീ പറയണേ? അത് ഈ പിള്ളേരും മുമ്പിലിട്ടിട്ട് അവര് വിചാരിക്കില്ല തല്ലി പുള്ളിയാന്ന്. അല്ലല്ലോ, ഇങ്ങടന്നേ. അച്ഛനമ്മയുടെ കിട്ടിയല്ലേ? കഴിഞ്ഞ തൽക്കാലം ഒന്ന് പോയിരിക്കവിടുന്ന്. എന്നെ കൊന്നാൽ ഞാൻ വരൂല. വെറുതെ മറ്റേ ചീത്തേപ്പിക്കാനായിട്ട് പണിയാടുന്ന്. നമ്മുടെ മേറിനെ അർജന്റീന ഫാൻസി ചേർന്നെന്ന്. അതന്നെ.
എന്നാലും ബ്രസീലിനെ വരെ വെറുക്കാൻ മാത്രം ഈ അജയ് ഘോഷ് എന്തിട്ടായിരിക്കും അവളെ കാട്ടിയിട്ടുണ്ടാവുക? അതല്ലല്ലോ മാഷ ഇവിടെ പ്രശ്നം. അവളിപ്പോ പേഴ്സണൽ പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മുടെ അടുത്തേക്ക് വരണത്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വേണോ? അതിലൊരു എത്തിക്സിന്റെ പ്രശ്നമല്ലേ? എത്തിക്സാ? ശരിയാ. അപ്പൊ ഇവിടെ മറഡോണ കൈ കൊണ്ട് ഗോൾ അടിച്ചതാ. ദേ മറഡോണെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ഞാനൊന്നുകൂടി ആലോചിച്ചപ്പോ അവൾ എടുക്കണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. ഒന്നാമത് നല്ല പെടപ്പ കവിത കിട്ടും. രണ്ടാമത് നമ്മുടെ കൂടെ പെമ്പിള്ളേരൊന്നുമില്ല. അവരുടെ കൂടെ ആണെങ്കിൽ കലാമണ്ഡലത്തിൽ പോണ പുല്ലാട്ടെ ദേവി അടക്കം എണ്ണം പറഞ്ഞ 4 എണ്ണം ഉണ്ട്. നമ്മുടെ കൂടെ ആണെങ്കിൽ ആ തൊഴിലുറപ്പിന് പോണ ജാനടത്തി മോള് സീമ ഉണ്ടെന്നാണ് വെപ്പ്. അതുകൊണ്ട് നമ്മുടെ കൂടെ കിടക്കട്ട ഒരു പെണ്ണ്. ഇതൊക്കെ ഒരു ന്യായാണോടാ? അല്ലേ ഇവനാ നമ്മുടെ ഫാൻസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനം. നാളെ നമുക്കൊരു ഇന്റർവ്യൂ വെക്കാം. അവിടെ പാസ്സായ നമുക്ക് കൂട്ടടാ. ഇവിടെ ചരിത്രവും പാരമ്പര്യമൊക്കെ വെച്ചൊരു ചോദ്യം അല്ലെങ്കിൽ പിടയ്ക്കാം. ഇനിയിപ്പോ അതിലൊരാൾ പാസ്സാകുകയാണെങ്കിൽ ഒരു റെഫ്യൂജി ആയി കണക്കാക്കി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ നോക്കാം. അല്ല മാഷേ, പെർഫ്യൂജിയാ? പെർഫ്യൂജി അല്ലടാ, റെഫ്യൂജി, അഭയാർത്ഥി. അതെങ്ങനെ ശരിയാവും? അവള് ഓടിച്ചു വിട്ടപ്പോ അജയ് ഘോഷല്ലേ അഭയാർത്ഥി? നീ മിണ്ടാറാ സുനിയെ. പക്ഷേ നാളത്തെ ഇന്റർവ്യൂല് അവള് പൊട്ടുമായിരിക്കുമല്ലേ? വിപിന, ജയിക്കിന് ഇന്റർവ്യൂ വേണോ തോക്കിന് ഇന്റർവ്യൂ വേണോ എന്ന് നമ്മുടെ മാഷ തീരുമാനിക്കും. അല്ലേ മാഷേ? ബുദ്ധി മുഴുവൻ വയറ്റിലൊളിപ്പിച്ച് വെച്ചിരിക്കാ കള്ളൻ. സുനി, മെഹർ അല്ലേ? അപ്പൊ മെഹറെ, ജനാധിപത്യ രീതിയിലുള്ള ഒരു മുഖാമുഖമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും AFK-യിലേക്ക് പ്രവേശിക്കാം. തുടങ്ങാം. മെഹർ, ഈ അവസാന നിമിഷം എന്തുകൊണ്ടാണ് ബ്രസീൽ വിട്ട് അർജന്റീനയിലേക്ക് ചേക്കേറുന്നത്? ആ ബ്രസീൽ ഫാൻസ് പ്രസിഡന്റ് ഇല്ലേ അജയ് ഘോഷ്, അവനൊരു ബൂർഷ്വ തെമ്മാടിയാണ്. നോക്കൂ മെഹർ, വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു വേദിയാക്കി അർജന്റീന ഫാൻസ് ക്ലബിനെ മാറ്റരുത്. അതെ, അതുകൊണ്ട് മെഹർ ശരിക്കുള്ള കാരണം പറയും. ശരിക്കുള്ള കാരണം ശരിക്കുള്ള കാരണം അർജന്റൈൻ പ്രസിഡന്റ് ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഡി കിർഷ്നറുടെ സാമ്രാജ്യത്വ വിരുദ്ധ നയങ്ങൾ എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. 2010 സാക്ഷാൽ ബരാക് ഒബാമയെ ബൈലാറ്ററൽ വാണിജ്യ കരാറിന്റെ ചർച്ചയിൽ മുട്ടുകുത്തിച്ച പുലിയാണ് നമ്മുടെ പ്രസിഡന്റ് കിർഷ്നർ. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പ്രസിഡന്റ് കച്ചറയെന്ന് പിന്നോട് ഇനിയിപ്പോ എന്തിട്ട് പറയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഹർ, വ്യക്തിവിരോധം തീർക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റരുത് അർജന്റീന ഫാൻസിനെ. അതെ, അതുകൊണ്ട് മെഹർ ഇതല്ലേ ഇപ്പൊ തന്നെ ചോദിച്ച ചോദ്യം. മെസ്സി നോക്കണം. മെസ്സി ഇന്റർവ്യൂല് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്നാ രാഘവട്ടം പറഞ്ഞു. അവള് കടിച്ചാ പൊട്ടാത്ത ഏതോ വിദേശ പേര് പയറ് മണി പോലെ അങ്ങോട്ട് പടച്ചപ്പോ നമ്മടെ മാസ്റ്റർ ഗ്യാസാ പോയിസ്റ്റാ. അതോടെ നമ്മടെ മാഷ നാവ് അണ്ണാക്കമിലൊട്ടി. നമുക്ക് ഇന്റർവ്യൂവിനെ പുറത്തുനിന്ന് എങ്ങനെ ആളെ ഇറക്കിയാ മതിയായിരുന്നു. ബ്രസീൽ ഫാൻസ് തണ്ടികള് കാര്യമായിട്ട് കൊരക്കുന്നുണ്ടോ പ്രാവശ്യം? അന്നും കാര്യാക്കണ്ടേ ചേച്ചി, നമുക്ക് അവരെ ഡീൽ ചെയ്യാം. ഡീ സീമേ, വൈകുന്നേരം കളി കാണാൻ ക്ലബിലേക്ക് പോയാട്ടാ. അവളുടെ ഒരു നാണം. ഞങ്ങള് വന്നാലും വന്നില്ലെങ്കിലും അർജന്റീന ഫാൻസ് അല്ലടാ. പിന്നെ എന്തൊട്ടാണ് അത്? പിന്നെ നമുക്ക് അറിഞ്ഞൂടെ ചേച്ചി? പിന്നല്ല. അപ്പൊ ശരി, വാമോസ്. വിപിന, നീ ആ സീമേനെ കാണുമ്പോ എന്തിനാ കളിയുടെ കാര്യം പറയണേ? അതിൽ ഇവക്ക് ഇത്ര നാണം. പോയടാ, ചുമ്മാ വൃത്തിയായിട്ട് പറയാണ്ട്. സംഭവം ഒക്കെ നിന്നോട് എന്തുണ്ട് ട്ടാ? ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ കാണണതേ. അല്ല, ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ആദ്യമായിട്ടാ. അതിന്റെ ഒരു ആണോ? അത് ശരി. എന്നെപ്പോലെ ഇങ്ങനെ പൊക്കൊക്കെ ഉള്ള ഒരാളെ കാത്തിരിക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടായിട്ടോ. ഒരു സെൽഫി എടുത്തോട്ടെ? ആണോ? ശരി, ഓക്കെ. ഓ, താങ്ക് യു. ജാതകമൊക്കെ ചേർന്ന കാർത്തികയുടെ കല്യാണം കൂടൽമാണിക്യത്തിൽ വെച്ച് നടത്തണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനെന്താ, നടത്താലോ? അല്ലേലും പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണല്ലോ താലികെട്ട്. ഇതിനു മുമ്പ് 4-5 കല്യാണാലോചനകൾ വന്നതാ. നമ്പ്യാരുമാരും നമ്പീശന്മാരുടെ കുടുംബത്തിൽ നിന്നേ. പക്ഷേ വാര് കുടുംബത്തേക്ക് മാത്രമേ ഈ വീട്ടിൽ നിന്ന് കല്യാണം നടത്തൂന്ന് അമ്മയ്ക്ക് ഒരേ ഒരു വാശി.
നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും രീതികളൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ ഉണ്ടാവുക?